വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ സ്വാഗതത്തിൽ നമ്മുടെ കെ രാമകൃഷ്ണൻ സാർ ഇവിടെ പല കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജില്ല, നമ്മുടെ സംസ്ഥാനം ലോകമൊട്ടാകെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ എന്ത് വന്നാലും എന്ത് കാര്യമായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം. പക്ഷേ ഇത് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ആർക്കും ഇത് പ്രവചിക്കാൻ സാധിക്കാത്ത വിധം ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഗത ഭാഷണത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, വസ്ത്ര വ്യാപാര രംഗത്താണ് ഏറ്റവും അധികം പ്രയാസം നേരിട്ടത് എന്ന്. എനിക്കും ഈ കാര്യത്തിൽ ഒരു പരിധി വരെ എല്ലാ മർച്ചൻസിനെയും നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കോവിഡിൻ്റെ കാലഘട്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റ് പലചരക്ക് വ്യാപാരത്തൊന്നും അത്രയധികം ഒന്നും ബാധിച്ചിട്ടില്ല. എന്നാൽ വസ്ത്ര വ്യാപാര രംഗം എപ്പോഴും വളരെ ഏറ്റവും നെസസറി ആയിട്ട് പല മീറ്റിങ്ങുകളും നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മീറ്റിങ്ങിലും ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ ടെക്സ്റ്റൈൽ വ്യാപാര രംഗം വരുമ്പോൾ അത്ര അത്യാവശ്യമില്ലാത്ത ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ അത് നമ്മളുടെ ഇവിടെ നിന്നുള്ള ഒരു ജില്ലയുടെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നിയന്ത്രണങ്ങൾ എപ്പോഴും ഏർപ്പെടുത്തി വരുന്നത് വ്യാപാര മേഖലയെ വരുമ്പോഴും നമുക്ക് കുറേ മേഖലകളെ കച്ചവട മേഖലകൾ എന്ന് പറയുമ്പോൾ ഈ കമ്പി, സിമെന്റ് തുടങ്ങിയ അവരെയൊക്കെ കുറേശ്ശെ നമ്മൾ ഒഴിവാക്കി വന്നപ്പോഴും ഈ വ്യാപാര മേഖല പറയുമ്പോൾ അത് അത്ര നീടിയല്ല എന്നുള്ളതായിരുന്നു പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ പിന്നീട് ഓണം ഒരു ആഘോഷം വരുമ്പോൾ സമയത്തേക്കൊക്കെ ഒരു അല്പമൊക്കെ ഒരു റിലാക്സേഷൻ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇതാരുടെയും ഒരു കുറ്റമായിട്ട് അല്ല. നമുക്ക് ഒരു രോഗവ്യാപനം ഇതൊരിക്കലും ആർക്കും മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലേക്കൊക്കെ ഇത് നേരിടേണ്ടി വന്നത്. കാരണം ആദ്യം നമുക്ക് അറിയാം, ഒരു കോവിഡ് രോഗി ഒരു കടയിൽ കയറി എന്ന് പറയുമ്പോൾ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ കട മുഴുവനും അടച്ചിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ ലൈനിലുള്ള കടകൾ മുഴുവൻ അടച്ചിരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വീകരിച്ചതോടെ വന്നിരുന്ന ADM നമ്മുടെ മേഴ്സി മാർച്ചിന് മെമൻറ്റോ അർപ്പിക്കുവാൻ നമ്മുടെ ജില്ലാ ട്രഷറപ്പിനെ ക്ഷണിച്ചു. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാരായ ശ്രീ രാമമൂർത്തി, ശ്രീ സുനിൽ പ്രകാശ്, ഞാൻ നിറഞ്ഞ കണ്ണൂർ ജില്ലാ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി രാമകൃഷ്ണൻ, ട്രഷറർ അസ്രഫ്, സഹപ്രവർത്തകന്മാരെ, കഴിഞ്ഞ 10-12 വർഷമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ ബോഡി യോഗമാണ് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ ഇക്കഴിഞ്ഞ ഏകദേശം 1 വർഷമായി ലോകമാകെ വിറങ്ങേൽപ്പിച്ച കോവിഡ് മഹാമാരി മൂലം നമ്മെപ്പോലുള്ള കച്ചവടക്കാർ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ടെക്സ്റ്റൈൽ വ്യാപാരികൾ എന്നുള്ളത്. തന്നെ പൂർണ്ണമായും വ്യാപാരികൾ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഇന്ന് 2021 പുതിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി
ഒരു പരിധിവരെ തടുത്തു നിർത്താനും അതുപോലെ തന്നെ വാക്സിനേഷൻ വന്നുകൊണ്ട് ഇനി ഭാവിയിൽ അതിൻ്റെ ഉന്മൂലനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പൊതുസമൂഹത്തിന് കോവിഡ് രോഗത്തെക്കുറിച്ചുള്ള ഭയം അല്പം കുറഞ്ഞതുമാണ് നമ്മുടെ മുമ്പിൽ ഇന്നുള്ള പ്രതീക്ഷ. ഇനി അങ്ങോട്ട് എങ്ങനെ നമ്മുടെ ഈ മേഖലയിലെ കച്ചവടക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള അടുക്കും ചുട്ടയും ഇതുപോലുള്ള ഒരു കമ്മിറ്റി യോഗങ്ങൾ ചേരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി തരേണ്ടതാണ്. കാരണം നമ്മളൊക്കെ പരസ്പരം പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് നേരിട്ട നഷ്ടം നികത്താൻ കഴിയും. എങ്ങനെ ഏറെക്കുറെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ കച്ചവടം ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരു ചർച്ച എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള വിഷമിക്കുന്ന കച്ചവടക്കാർ പല പ്രദേശങ്ങളും ചെറുതായാലും വലുതായാലും വലിയ തരത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും ചെറിയ തരത്തിലെങ്കിലും അത്തരം വിഷമിക്കുന്ന കച്ചവടക്കാരെ ചിലപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്, സ്വന്തമായിട്ട് ചികിത്സ നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഒട്ടനവധി സാഹചര്യത്തിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയുടെ കച്ചവടക്കാർ, എല്ലാ കച്ചവടക്കാരെയും നമുക്ക് എടുത്തുതിരിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ഇടയിൽ പുറത്ത് ഒന്നും തന്നെ കാണിക്കാതെ പൂർണ്ണമായും അഭിമാനം മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് വളരെ നല്ല നിലയിൽ ചിരിക്കുകയും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും പലപ്പോഴും ഏറെ പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മറന്നുകൂടാ. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓരോ യൂണിറ്റിലെയും പ്രവർത്തകന്മാർ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി അത് ആ കച്ചവടക്കാരനെ ഒരു അവമാനിക്കുന്ന രൂപത്തിൽ ഒരു മൈക്കോയിൽ കൊണ്ടുവന്ന് പരസ്യമായി കൊടുക്കുന്നതിന് പകരം ഏറ്റവും രഹസ്യമായും അത്തരം ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നിലച്ചു പോകാൻ സാധ്യതയുള്ള മക്കളുടെ കാര്യമായാലും ശരി, രോഗമുള്ള ആളുകളായാലും ശരി, ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു വേദി കൂടി നമ്മുടെ ഈ കച്ചവടക്കാർ നമ്മൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗത്തും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്കും ഈ നാട്ടിലുള്ള നേരത്തെ രാമകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ഈ സമ്മേളനത്തിന് സ്വാഗതം നൽകിയ ശ്രീ കെ രാമകൃഷ്ണൻ, അധ്യക്ഷത വഹിച്ച കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി അബ്ദുൽ ഹമീദ്, നമ്മുടെ ഈ വേദി ധന്യമാക്കുന്ന ശ്രീമതി ശ്രീ പി ദിവ്യ, റെസ്പെക്ടബിൾ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ വി മേഴ്സി, ജില്ലാ ട്രഷറർ കെ എം അഷ്റഫ്, ശ്രീ നൂറുദ്ദീൻ കണ്ണൂർ ജനറൽ സെക്രട്ടറി, എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽ പ്രകാശ്, സുഹൃത്തുക്കളെ, കണ്ണൂർ ജില്ലയിലെ ഭാരവാഹികളെ, പ്രവർത്തകരെ, അദ്ദേഹത്തെ കൂടി ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ പോലുള്ളവരാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. നമുക്ക് ഇവിടെ അധികവും ചെറുപ്പക്കാരൻ, മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ചെറുപ്പക്കാരാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രകാശമാണ് നമ്മളെ നയിക്കാനുള്ളത്. നമുക്കും ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രകാശം നമുക്ക് എത്തുന്നവർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, ഊർജ്ജത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണൂർ രണ്ട് കാര്യങ്ങൾക്കും പ്രസിദ്ധമാണ്. ഏത് രണ്ട് കാര്യങ്ങളാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾക്ക് സുപ്രസിദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. കുപ്രസിദ്ധ പറഞ്ഞില്ല, രണ്ട് കാര്യങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഒന്ന് നമ്മുടെ കണ്ണൂർ, ആരോ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിന്റെ കൈത്തറി, കണ്ണൂർ ക്രേപ്പെല്ലാം വളരെ ലോകപ്രസിദ്ധമാണ്. ലോകത്ത് തന്നെ വളരെ പേര് കേട്ട ഒരു വ്യവസായമാണ് കണ്ണൂരിലെ ക്രാഫ്റ്റ്മാൻഷിപ്പ് എല്ലാം. രണ്ട്, അതേപോലെ തന്നെ അല്ല, കണ്ണൂരിൽ നിങ്ങൾ തരുന്ന ഈ നിറഞ്ഞ സ്നേഹം, അതിന്റെ ഒന്നാം സ്ഥാനം ഞങ്ങൾ വിട്ടുതരില്ല. ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ്. ഞങ്ങൾ പക്ഷെ ഷെയർ ചെയ്യാൻ വളരെ സന്തോഷമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്നാം സ്ഥാനം ഷെയർ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ ഈ പലരും മനസ്സിലാലോചിച്ച് വേണം കണ്ണൂരിന്റെ പ്രസിദ്ധി എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ വയലൻസും കാര്യങ്ങളൊന്നും അതൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് കൊല്ലം മുന്നേ നമുക്ക് ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസായ സംരംഭക ശ്രീമതി ക്രിസ്റ്റീന ജോബിൻ, അവര് ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാനിറ്ററി പാഡ് ഉണ്ടാക്കിയിട്ട് ഈ വളരെ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. കണ്ണൂരിന്റെ അഭിമാനം, കണ്ണൂരിന്റെ കൈത്തറി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൽ ഈ ഒരു അവസരത്തിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാനിവിടെ പ്രതിപാദിച്ചതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ
ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കൃഷിയാണ്. ഇപ്പൊ നമ്മുടെ ശ്രീമതി PP ജീവയ്ക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പേപ്പറിൽ നമ്മൾ കാണാറുള്ളതാണ് കൃഷിക്കാർ ഡൽഹിയിൽ ഭയങ്കര സമരത്തിനാണുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം, പെട്ടെന്നുണ്ടാകുന്ന നിയമങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷി ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർഗമാണെന്ന്. പക്ഷേ രണ്ടാമത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഫീൽഡാണ്, ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. അതായത് ഏകദേശം 40 ലക്ഷം ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ഒരു സെക്ടറാണിത്. 60 ലക്ഷം ആൾക്കാരെ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ GDP-യുടെ 5% നമ്മളാണുള്ളത്. എക്സ്പോർട്ടിന്റെ 13% നമ്മളാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ 15% നമ്മളാണ്. ഈ മേഖലയിൽ നമ്മളിപ്പോൾ കൃഷിക്കാർ വലിയ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ ഇതിനിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയി. എന്താ വെച്ചാൽ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നേതൃത്വമോ സെക്ടറോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കടന്നുപോയത്. എല്ലാ സ്ഥലങ്ങളിലും മൂട് പോലെ ഈ ഷോപ്പുകളുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി എങ്കിലും ഈ റീറ്റെയിൽ കച്ചവടം പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം ആൾക്കാർ ജീവിക്കുന്ന ഈ സെക്ടർ തകർക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് അവർ ചിന്തിച്ചു. ആ കാരണം അവർക്ക് മനസ്സിലായത് ഇത് ഒരു റീറ്റെയിൽ ഹോൾസെയിൽ സഖ്യമാണ്, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. ആ പ്രക്രിയ തകർത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അതിന് ഫലമായിട്ട് അവർ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ റിലയൻസിന്റെ അജിയോ എന്ന ആപ്ലിക്കേഷൻ വന്ന് ഹോൾസെയിൽ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്ത് അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുണ്ടായിരുന്നോ? ക്യാഷ് ട്രാൻസ്ഫർ മാത്രം ശീലിച്ചിട്ടുള്ള 99% കച്ചവടക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ബുദ്ധിമുട്ടായി പോയി. പലരും രക്ഷപ്പെട്ടുണ്ടാവും. നമ്മൾ വായിച്ചു, ഒരു വിജയശേഖർ ശർമ്മ ബോംബെയിൽ ഒരു പെട്ടിക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്നതാണ്. അയാള് പണ്ട് ആർക്കിമിഡീസ് യുറേക്ക എന്ന് പറഞ്ഞിട്ട് കുളിത്തൊട്ടിയിൽ എണീച്ച് ഓടിയ പോലെ ഈ വിജയശേഖർ ശർമ്മ ഈ പ്രധാനമന്ത്രി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോ അയാൾ ആ ചായ വലിച്ചെറിഞ്ഞ് തെരുവിലൂടെ ഓടി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്. 2 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം 2 കൊല്ലം മുന്നേ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പേര് പേടിഎം. ഇന്ന് ഒരു കൊല്ലത്തിൽ 4000 കോടി രൂപയാണ് അതിന്റെ ലാഭം. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി സാധാരണക്കാരുടെ കച്ചവടങ്ങൾ അടച്ചുപൂട്ടി, എത്രയോ പേര് കഷ്ടപ്പെട്ടു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വീണ്ടും കരകയറി ഈ ATM-ൽ പോലും 2000-ന് നോട്ട് പോലും വെക്കാനുള്ള സൗകര്യമില്ലാത്ത ATM-കൾ പോലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ കച്ചവടം നടത്തി എന്നുള്ളത് നമുക്കിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പേടിയുള്ള ഒരു സമയമായിരുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് GST വന്നു. ഈ GST വന്നപ്പോഴും വികസിത രാജ്യങ്ങളിൽ വരെ ഒറ്റ സ്ലാബിൽ സിംഗപ്പൂരൊക്കെയാണ് 8% GST ഉള്ളൂ. നമ്മളിവിടെ 3-4 സ്ലാബുകളാക്കി എവിടെ എന്തൊക്കെ ചെയ്യണം, HSN കോഡ് നമുക്കൊക്കെ അറിയാം. ഏതാണ് HSN കോഡ്, എന്താണ് HSN കോഡ്, എവിടെയാണ് എന്താ ചെയ്യേണ്ടത് കൂടി അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ല. പെട്ടെന്ന് നിയമങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയല്ലായിരുന്നു ഇന്ത്യ രാജ്യം. മാറ്റങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കി തന്നുകൊണ്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യം നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അത് നമ്മളെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കേരളം മുഴുവൻ മുക്കിക്കടന്ന 2 പ്രളയങ്ങൾ നമ്മൾ തന്നെ കാണുന്നതാണ് TV-യിൽ. നമ്മുടെ പത്തനംതിട്ടയൊക്കെ ഒരുപാട് ഷോപ്പുകൾ, തുണിക്കടകൾ മുങ്ങിപ്പോയി. ആ കച്ചവടക്കാരൻ അതിന്റെ ഓണർ മുന്നിൽ നിന്ന് ലഭിക്കുകയാണ്. പലരും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് വിഷമതകൾ അനുഭവിച്ച് എന്നിട്ടും ഈ കച്ചവടക്കാരന്റെ ഉള്ളിൽ ഒരു അടങ്ങാത്ത ത്വരയുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗാംബ്ലിംഗ് അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധനം പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവച്ചിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു കസ്റ്റമർ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ അടങ്ങാത്ത ത്വര കാരണമാണ് ഇന്നും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആ ത്വര പിന്നെ അവിടെ അവശേഷിച്ചു. അതിനുശേഷം നമുക്ക് വന്നു ഏറ്റവും അവസാനമായിട്ട് ലോകത്തെ മുഴുവൻ ബാധിച്ച് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 2 മാസം കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയി. ഈ 2 മാസം ലോക്ക്ഡൌൺ ആയപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ആരാ ഉള്ളത്. റിലയൻസ് അല്ല, മഹീന്ദ്ര 2011 സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇവിടെ 50 വർഷമായിട്ട് അദ്ദേഹം കച്ചവടം നടത്തുകയാണ്. 1911 നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ ഒരു സാധാരണ കച്ചവടമായിട്ട് ശ്രീ കല്യാണരാമൻ അയ്യർ ഒരു കച്ചവടം തുടങ്ങി. അദ്ദേഹത്തിന്റെ മകൻ അവിടെ വന്നിരുന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു, ഈ കച്ചവടം ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം, സ്വന്തമായിട്ട് പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കണം, തറികൾ ഉണ്ടാക്കണം. അവരങ്ങനെ വളർന്നു വലുതായി. പക്ഷേ അതൊന്നുമല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ മഹീന്ദ്ര. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും
ഏതൊക്കെ ഷോപ്പുകൾ അറിയാം? മഹീന്ദ്ര, ജബോങ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ. അപ്പൊ ആ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങളോട് നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ആ മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതിലേക്ക് ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം ഏത് രീതിയിൽ ആ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളത്. ഇപ്പോൾ ഈ മാറ്റത്തിനെ പറ്റി പറയുമ്പോൾ ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഏറ്റവും നല്ലൊരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 1950-കളിലെ ഒരു ഉദ്ധരണിയുണ്ട്. ഹൂ ഈസ് എ സക്സസ്ഫുൾ മാൻ? അപ്പൊ അതിന് പണ്ട് പറഞ്ഞെന്താ വെച്ചാൽ, എ മാൻ ഹൂ ഈസ് ദി വൺ ഹൂ മേക്സ് മോർ മണി ദാൻ ഹിസ് വൈഫ് ക്യാൻ സ്പെൻഡ്. അതായത് അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ചെലവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയ ആള്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം, ആരാണ് സക്സസ്ഫുൾ വുമൺ എന്നുള്ളത്? അപ്പൊ എന്താ, ഷീസ് വൺ ഹു ക്യാൻ ഫൈൻഡ് സച്ച് എ മാൻ. അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നത്. പക്ഷെ അത് 50 കൊല്ലം മുന്നെയാണ്. ഇപ്പോഴത് തിരിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയ ശക്തരായ സ്ത്രീകളെ ചന്ദ കൊച്ചാറും അതുപോലുള്ള ഒത്തിരി റോഷ്നി നാടാറും സാവിത്രി ജിന്തലും ഒക്കെ ഭയങ്കരമായിട്ട് ഏറ്റവും വലിയ ബിസിനസ് ചെയ്യുന്ന ഇന്ന് സ്ത്രീകളാണ്. നമ്മൾ ഈ ഗ്രൂപ്പിൽ സ്ത്രീകളെ കാണുന്നില്ല എന്ന് തന്നെ ഭയങ്കര അത്ഭുതം. നമ്മൾ ഒരുപാട് മേഖലാ കമ്മിറ്റികളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടത് സ്ത്രീകളാണ് ഇന്ന് കച്ചവട രംഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് രാഷ്ട്രീയത്തിൽ തന്നെ ആലോചിച്ച് നോക്കാം. രാഷ്ട്രീയത്തിൽ ഒരു ചെറുപ്പക്കാർ എത്ര പേര് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ചെറുപ്പക്കാര് തീവ്രവാദം നമ്മൾ പറയണില്ലേ, ആയുധങ്ങൾ, അണുവായുധങ്ങളെക്കാളും രാസായുധങ്ങളെക്കാളും ഭയങ്കരമാണ് ഈ മനസ്സ് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് കുറച്ചു കാലത്തെ ട്രെയിനിങ് കൊണ്ട് മനസ്സ് പരിവർത്തനം ചെയ്ത് തീവ്രവാദത്തിന് അടിമപ്പെടുന്നവർ. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഏറ്റവും നല്ല രുചി തേടിയിട്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോകും. നമ്മുടെ ശരീരം ഫിറ്റാക്കാൻ വേണ്ടി, 6 പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ജിംനേഷ്യത്തിൽ പോകും. നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ തേടി പോകും. പക്ഷെ ഈ ചെറുപ്പക്കാർ എന്നായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലിരുന്ന് ഒരു നല്ലൊരു ട്രെയിനിങ് സെഷനോ ഒരു നല്ലൊരു പുസ്തകമോ വായിച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിരിക്കും. നമ്മുടെ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകതകൾ മുഴുവൻ മാറിപ്പോടാൻ അവസ്ഥയാണുള്ളത്. ഇതിൽ നമ്മൾ മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഒരു അയൽക്കാരിയാണ് നമ്മുടെ ഇപ്പോഴത്തെ MP ആയിട്ടുള്ള ശ്രീമതി കുമാരി രമ്യ ഹരിദാസ്. അപ്പോൾ വളരെ തൊട്ട വീടാണ്. വളരെ സാധുവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ ഫീസ് അടച്ചിരുന്ന അധ്യാപകരായിരുന്നു. അവൾ ആകെ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാട്ട് പാടും. ട്രെയിൻഡ് സിംഗറൊന്നുമല്ല, നല്ല നാടൻ പാട്ടൊക്കെ പാടും. അപ്പോൾ +2 കഴിഞ്ഞ ശേഷം കുറേ സാമൂഹിക പ്രവർത്തനത്തിനൊക്കെ പോയി. പെട്ടെന്നാണ് ഞങ്ങളുടെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതിനുശേഷമാണ് ആലത്തൂരിൽ പ്രഗത്ഭനായ ശ്രീ ബിജുവിനെതിരെ അവരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. കേരളം മുഴുവൻ വിചാരിച്ചു ഈ കുട്ടി എന്ത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അന്ന് അറിയായിരുന്നു, ഷീസ് എ പോക്കറ്റ് ഡൈനാമിക്. ഉറപ്പാണ്. ചില അങ്ങനെയാണല്ലോ, ഈ പ്രകൃതി അങ്ങനെയാണല്ലോ. ചില ഗോലിയാത്തുകളെ വീഴ്ത്താൻ സാംസം തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ആ കുട്ടി ജയിച്ചു വന്നു. ഇന്ന് കേന്ദ്ര ലോക്സഭയിലെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു പോരാളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 95% പ്രശ്നങ്ങൾ നമ്മൾ അവിടെ തന്നെ തീരും. ബാക്കിയുള്ള 5% പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഗത്ഭരായ നേതാക്കളുണ്ട്. നമ്മുടെ പട്ടാഭിരാമനെ പോലെ, അമിത് ഷാ പോലെ, രാമകൃഷ്ണനെ പോലെ ഒരുപാട് നേതാക്കൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. ഈ ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി, എല്ലാ രീതിയിലും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി, അഭിവാദ്യങ്ങളുണ്ട്. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ, ഈ ബിസിനസിനെ കുറിച്ച് വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷേ നിങ്ങളെല്ലാം അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ ഓരോ മനുഷ്യരും വളർന്നു വന്ന ഒരുപക്ഷെ പടവുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരാൾ മാത്രമാണ്. ഇവിടെ കണ്ണൂർ ജില്ല കറിയുടെ നാടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാണ് കണ്ണൂരിൻ്റെ കൈത്തറി. ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന അന്ന് മുതൽ കണ്ണൂർ ജില്ലയിൽ കേൾക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ചില ടെക്സ്റ്റൈൽസുകൾ ഇപ്പോഴും
കണ്ണൂരിനകത്തുണ്ട്. 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് ആ ഒരു സ്ഥാപനത്തിൽ കയറിയപ്പോഴും ഇപ്പോഴും കയറാൻ തോന്നുന്നതും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പോകാൻ തോന്നുന്നതുമായ ഒരുപാട് സ്ഥാപനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കടകളുണ്ട്. വൻകിട കുത്തക നമ്മുടെ എല്ലാ മേഖലയിലും കടന്നു വരികയാണ്. ഞാൻ നേരത്തെ എനിക്ക് സംസാരിച്ച വ്യക്തി എനിക്ക് പരിചയമില്ല, പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് വന്നൊരു മെസ്സേജ്, 93 വയസ്സുള്ള നൗറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കർഷകൻ 24 മണിക്കൂർ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ഡൽഹിയിൽ, അതായത് നമ്മുടെ രാജ്യ തലസ്ഥാനം. 93 വയസ്സുള്ള മനുഷ്യൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത്, അന്നം വേണ്ട എന്ന് വെക്കുന്നത് നമുക്ക് നാളെ അന്നം കഴിക്കാൻ വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി നമ്മളെ ഊട്ടിയിരുന്നവരാണ്, നമുക്ക് ഭക്ഷണം തന്നവരാണ്. അവരുടെ കണ്ണുകൾ കണ്ടാൽ നമുക്കറിയാം, അവരുടെ തൊലി നമുക്കറിയാം, കണ്ടാൽ അറിയാം ഏത് കഷ്ടപ്പാടുകളാണ് ആ കണ്ണിലും മുഖത്തും ശരീരത്തിലും എല്ലാം തന്നെ. ഇത്രയധികം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ല, ചില ബോംബ് വർഷങ്ങൾ നടത്തിയിട്ട് ആ ബോംബുകളെയൊന്നും ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ നമ്മൾ കാണുന്നില്ല എന്നൊരു സങ്കടം എന്നെയൊക്കെ സംബന്ധിച്ചു. വൻകിട കുത്തക കോർപ്പറേറ്റുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മളെല്ലാം ജയിപ്പിച്ചു പോയി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയി നിൽക്കുന്ന പലരും ആ ജയിപ്പിച്ചു പോയൊരു ആവേശവും ഇന്ത്യൻ പാർലമെന്റിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചില ആളുകളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചെന്നുള്ളത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. വളരെയധികം പ്രയാസം തോന്നുന്നു. ഇവിടെ കോർപ്പറേറ്റുകൾക്കെതിരായി ശക്തമായ സമരം നടക്കുന്ന ഒരു കാലം. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന ആളുകൾ തയ്യാറാവാറ്? ഇന്ന് കൃഷിക്കാരാണ് സമരം ചെയ്യേണ്ടി വന്നതെങ്കിൽ നാളെ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരുമാണ്. പലരും ധരിക്കുന്നത് ഞാൻ സേഫാണ്, ഞാൻ സുരക്ഷിതമാണെന്നുള്ളത്. നമ്മളാരും സുരക്ഷിതമാണ് എന്ന് കരുതണ്ട. അതെത്ര വലിയ ആളായാലും നമ്മൾ സുരക്ഷിതരല്ല. ഇപ്പൊ നമ്മളൊരു പ്രളയം വന്നപ്പോൾ കണ്ടതാണ്, 2-3 നിലകളുള്ള വീടുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവസാനം ആ പ്രളയത്തിൽ ഒന്നുമില്ലാതെ ഒരു സർക്കാർ സ്കൂളുകളിൽ 100 ആളുകൾക്കൊപ്പം 500 ആളുകൾക്കൊപ്പം ഒന്നിച്ച് കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതൊരിക്കലും ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പലരും. പക്ഷെ എന്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. നാം ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ഇവിടെ ഒരു സംഘടന, നേരത്തെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സിന്റെ സംഘടന. അപ്പൊ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിർബന്ധമായും നടത്തിയേ പറ്റും. എനിക്ക് പറയാൻ പറ്റും, കേരളത്തിലെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തീർച്ചയായും കേരളത്തിലെ വ്യവസായികൾക്ക് വേണ്ടി ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിയമത്തിൽ പോലും ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഏകജാലക സംവിധാനം കൊണ്ടുവന്നത് നമ്മുടെ ഗവൺമെന്റാണ്. ഇപ്പൊ ബിസിനസ് ചെയ്യാൻ, അതായത് കേരളത്തിൽ ഒരു സൗഹൃദ സംസ്ഥാനമാക്കാൻ ഒരു ശ്രമം നമ്മുടെ സർക്കാർ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കണ്ണൂർ അതിവേഗം മാറാൻ വേണ്ടി പോകുന്നൊരു ജില്ലയാണ്. ഇന്ന് കാണുന്ന കണ്ണൂരായിരിക്കും ഒരുപക്ഷെ കണ്ണൂരിൽ കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ട് കാലത്തിനിടയിൽ വന്ന വികസന മാറ്റ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ അതിവേഗ വളർച്ചയിലേക്ക് ഇനി വരുന്നൊരു 10 വർഷക്കാലത്തിനുള്ളിൽ മാറാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ആധികാരികമായിട്ട് നിങ്ങളോട് പറയാം. അത് മാറാൻ സാധിക്കുന്നതിന്റെ ഒരു വലിയ ഘടകം ഒന്ന് കണ്ണൂരിന്റെ സ്വപ്ന പദ്ധതിയാണ് കണ്ണൂരിന്റെ വിമാനത്താവളം. ഈ വിമാനത്താവളം വന്നതോടുകൂടി നമ്മൾ വലിയ പ്രതീക്ഷാ മേഖലയ്ക്കകത്ത് നമുക്കുണ്ടായി. പക്ഷെ അതിനിടയ്ക്കാണ് നമുക്കറിയാം ഒരു വലിയ മഹാമാരി
കഴിഞ്ഞു ഏതാണ്ട് 1 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു. ഒരു അസാധാരണമായ ജീവിതമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ നയിച്ചത്. കണ്ണൂര് ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസം സ്പോട്ടായി മാറും. ടൂറിസം എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക പ്രകൃതി സുന്ദരമായ ചില സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂരിൽ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽ മേഖല പഠിക്കാൻ വേണ്ടി ആളുകൾ എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ രംഗത്ത് നമ്മളില്ലാത്തത്? നിങ്ങൾ ഭൂരിപക്ഷം പേരും നിങ്ങളുടെ വസ്ത്രാലയങ്ങളിലേക്കുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മുംബൈ പോയിട്ടാണ്, അല്ലെങ്കിൽ സൂറത്ത് പോയിട്ടാണ്, അല്ലെങ്കിൽ ചെന്നൈ പോയിട്ടാണ്, ഇല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിട്ടാണ്. നമ്മുടെ ഈ കേരളത്തിൽ അതായത് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടുന്ന് വിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മത്സരിക്കാൻ പറ്റാത്തത്. ട്രെൻഡ്സിനോടും മാക്സിനോടും മൈന്ത്രയോടും ഓൺലൈൻ സ്ഥാപനങ്ങളോടും നമുക്ക് മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ റേറ്റാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി അവിടെ എടുത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ വിൽപ്പന നടത്തുക. സംഘാടകരായിട്ടുള്ള സാജിദ്, അതേപോലെ നമ്മുടെ കാര്യങ്ങൾ മുൻപേ ഇങ്ങനെയൊക്കെ വന്ന് പറയുകയും എന്താണ് ഇത് സംഭവം ഇവിടെ നടത്താനുള്ളതും ഇതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പറയുകയുണ്ടായി. അതേപോലെ ഇതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ലുലു അബ്ദുൽ ഹമീദ് മുമ്പേ പരിചയമുള്ളവരാണ്. അതുപോലെ എനിക്ക് പരിചയമുള്ള ഇതിൽ വേദിയിലും സദസ്സിലും ഒക്കെയുള്ള മറ്റ് സഹോദരങ്ങളെ, വസ്ത്രം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അലങ്കാരവും അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു വിഷയമാണല്ലോ. അപ്പം ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കസ്റ്റമർക്ക്, ഉപഭോക്താവിന് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം അതിൻ്റെ കണക്കായ വിലക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉടമസ്ഥർ എന്നുള്ള നിലക്കും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം വിവിധ മോഡലുകളിലൊക്കെ ആയിക്കൊണ്ട് ഇന്ന് പല രീതിയിലുള്ള മിക്സ്ചറുകൾ അടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പേര് തന്നെ തിറകളുടെയും കൂടി അല്ലെങ്കിൽ തറികളുടെയും കൂടി നാടാണല്ലോ. അപ്പോൾ അവിടെ ഈ നമ്മുടെ ആ ഒരു തനതായ തുണിത്തരങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അവരുടെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും അതിൻ്റെ അവരുടെ ഒരു സംഘടന എന്നുള്ള നിലക്കും അതിൻ്റെ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന അത് ക്ഷേമ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയും ഒക്കെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതും അതിൻ്റെ കണ്ണൂർ ഘടകം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ജനറൽ ബോഡിയൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കുറേയൊക്കെ പിന്നെ പരിപാടികളുള്ളത് കൊണ്ട് ഇങ്ങനെ താമസിച്ചു പോയതാണ്. 11 മണിക്ക് എത്തണം എന്നൊക്കെ കരുതുന്നതാണ്. പക്ഷേങ്കിൽ നമ്മളെ ജനപ്രതിനിധികളിൽ നിന്നുള്ളവർക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി മേയർ KV സബീന മാഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എനിക്ക് മാഡത്തോട് പറയാനുള്ളത്, ഞാൻ മുമ്പ് ഇവിടെ മാഡം കുറച്ച് ലേറ്റായി പോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ വ്യാപാര സമൂഹം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ നഗരത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും അതിൻ്റെ നട്ടൽ വ്യാപാരികളാണ്. എത്രയോ വർഷങ്ങൾ നമ്മുടെ നഗരത്തിൽ ഇരുന്നുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ എനിക്ക് മേയറോട്
അപേക്ഷിക്കാനുള്ളത്, ഈ കണ്ണൂർ ഓപ്പറേഷന്റെ വികസന സമിതിയിൽ വ്യാപാരികളെ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം നമ്മുടെ കണ്ണൂർ ടൗണിന്റെ സ്പന്ദനങ്ങൾ മുഴുവൻ അറിയുകയും വളരെ വർഷങ്ങളോളം നമ്മുടെ മമ്മവാജിയെ പോലെ 9 വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ധാരാളം വ്യാപാരികൾ ജില്ലയുടെ എല്ലാ നഗരത്തിലും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ വികസന കമ്മിറ്റി വരുമ്പോൾ തീർച്ചയായും നമ്മുടെ വസ്ത്ര വ്യാപാരികളെ ഉൾപ്പെടുത്തുന്നതാണ് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ പരിപാടി വളരെ ലേറ്റായി, അതുകൊണ്ട് അടുത്തായി ഞാൻ ഒരു ആശംസാ പ്രസംഗത്തിന് നമ്മുടെ നോർത്ത് സോൺ കമ്മിറ്റി സുനിൽ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളു. കാണാനും ഈ നമ്മുടെ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയ സന്തോഷം. നമ്മുടെ ടെക്സ്റ്റൈൽ രംഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ നമ്മുടെ ഈ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് നേടിയെടുക്കണം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മുൻ പ്രഭാഷണം നടത്തിയ ശ്രീ രാമമൂർത്തി സാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ യോഗത്തിൽ എത്തുവാനും നിങ്ങളെയൊക്കെ കാണുവാൻ കഴിഞ്ഞതിൽ സന്തോഷത്തോടെ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിന്, കണ്ണൂർ ജില്ലയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് എല്ലാവിധ ഭാവങ്ങളും കോഴിക്കോട് ജില്ലയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സദസ്സിലുള്ള പ്രമുഖരുടെ പ്രിയപ്പെട്ട വ്യാപാരി Kerala Textile and Garments Dealers Welfare Association total income and expenditure account at 2000